അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവസ്ഥ ശത്രുവിന് പോലും വരുത്തരുതേ എന്നൊരു പ്രയോഗം പുതുതായി ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ചരിത്രത്തിൽ ഇതുപോലൊരു തിരിച്ചടിയും ലോകത്തിൻ്റെ മുഴുവൻ ആട്ടും തുപ്പും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇറാനെ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞ് 15 ദിവസം മുമ്പ് വാളെടുത്ത് യുദ്ധം ആരംഭിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഞങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് വഴി പോകാനൊന്ന് സഹായിക്കണേ എന്ന് ലോകത്തോട് കെഞ്ചുകയാണ്. നോക്കുക, ലോക പോലീസ് എന്ന് സ്വയം നടിക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ സ്പന്ദനം ഞങ്ങളുടെ കൈകളിലാണെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെ ഒരു പ്രസിഡന്റ്, അയാൾക്കുണ്ടായ മാറ്റം എത്രത്തോളം വിചിത്രമാണ്. ഇറാനെ ഇപ്പം തീർക്കും, തകർക്കും, അവിടെ ഭരണമാറ്റം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ആദ്യം ഈ യുദ്ധം ഇപ്പോൾ തീരുമെന്ന് പറഞ്ഞു, പിന്നെ അത് 4 ആഴ്ചയായി, പിന്നെ അത് 8 ആഴ്ചയായി, ദാ ഇപ്പം പറയുന്നു ഇതെപ്പോൾ തീരുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന്. പലതവണ യുദ്ധം നിർത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓരോ ചൂണ്ട ട്രംപ് ഇട്ടുകൊടുത്തു. ഇറാൻ അതിലൊന്നും കൊത്തിയില്ലെന്ന് മാത്രമല്ല, അതിലും വലിയ അടി തിരിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളെ പരിപൂർണമായി ശിക്ഷിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ മുട്ടുമടക്കാതെ ഞങ്ങൾ ഈ യുദ്ധം നിർത്തില്ലെന്നും 6 മാസത്തിലധികം യുദ്ധം ചെയ്യാനുള്ളതെല്ലാം ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്നും പറഞ്ഞ് ഇറാൻ തിരിച്ചടിച്ചതോടെ അമേരിക്കയ്ക്ക് നിൽക്കക്കള്ളിയില്ലാതായി. ഇപ്പം സംഭവിക്കുന്നത് എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് കെഞ്ചുന്ന അവസ്ഥയാണ്. അതോടൊപ്പം തൻ്റെ ഒക്കച്ചങ്ങായിയായ നെതന്യാഹു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ലോകം മുഴുവൻ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇത് കണ്ട് കൃത്യമായൊരു മറുപടി പറയാൻ ട്രംപിന് പോലും കഴിയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും നെതന്യാഹു ജീവനോടെ ഉണ്ട്, അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം IRGC നിരന്തരമായി നെതന്യാഹു മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മരണം ഞങ്ങൾ ഉറപ്പിക്കുമെന്ന് നിരന്തരമായി പറയുകയാണ്. ഏറ്റവും ഒടുവിൽ IRGC പറഞ്ഞത് എന്താണ്? നെതന്യാഹു ഇനി കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ, നെതന്യാഹു വധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നെതന്യാഹു മരിച്ചിട്ടില്ലെങ്കിൽ നെതന്യാഹുവിനെ പിന്തുടർന്ന് ഞങ്ങൾ കൊലപ്പെടുത്തും. അത് പറയുന്നത് ആരാണ്? ഒരു മുറിവേറ്റ സിംഹത്തിൻ്റെ ഗർജനം എന്നതുപോലെ, അല്ലെങ്കിൽ അതിശക്തമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതുപോലെ, നെതന്യാഹുവിൻ്റെ മരണം ഉറപ്പുവരുത്തുന്നത് വരെ ഞങ്ങൾ ഈ യുദ്ധം തുടരുമെന്ന് പറയുന്നത് പോലെയാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനമായൊരു സ്റ്റേറ്റ്മെൻറ്റ് IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. IRGC നമുക്കറിയാം ഇറാൻ്റെ വിപ്ലവ സേനയാണ്, വിപ്ലവ ഗാർഡാണ്. അവരെ സംബന്ധിച്ച് കടുത്ത തീരുമാനങ്ങൾ അവർ പ്രഖ്യാപിക്കും, അത് നടപ്പാക്കുകയും ചെയ്യും. അവരാദ്യം മുതലേ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു: ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി വെച്ചാൽ പിന്നെ നിങ്ങളുടെ അവസാനമായിരിക്കും. ഈ യുദ്ധം എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കണമെന്ന് ഞങ്ങൾ പറയും. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇറാനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുണ്ട്, ഇറാൻ്റെ പ്രധാനപ്പെട്ട പലരും കൊല്ലപ്പെടുന്നുണ്ട് എന്നൊക്കെ അമേരിക്കൻ മാധ്യമങ്ങളും നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് അത് ശരിയാണ്. ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു, ഇറാനിലെ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടക്കുന്നു. ഒരു സ്കൂൾ ആക്രമിച്ച് 160ഓളം പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നിട്ടുണ്ട്. അതാണ് യുദ്ധവിജയമെന്ന് വിശ്വസിക്കുന്നവരോട് ഒന്നും പറയാനില്ല. കാരണം സാധാരണ ജനങ്ങളെ കൊല്ലുക, കുറേയിടങ്ങളിൽ ബോംബിടുക എന്നുള്ളതല്ല ഒരു യുദ്ധത്തിൻ്റെ ആത്യന്തികമായ വിജയം. ആ വിജയം എന്ന് പറയുന്നത് എന്തിനാണോ ആ യുദ്ധം തുടങ്ങിയത് അത് നേടിയെടുക്കുക, അതിൽ വിജയിക്കുക. അത് ഇതുവരെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് അമേരിക്ക യുദ്ധം തുടങ്ങിയത്? ഇറാൻ്റെ ആണവ പരീക്ഷണം നിർത്തും, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രഹരം നിർത്തും, ഇറാൻ ഒരിക്കലും ഇനി ആയുധങ്ങൾ ഉപയോഗിക്കരുത്, ഇസ്രായേലിനെതിരായ ഭീഷണികൾ ഉണ്ടാകരുത്, ആത്യന്തികമായി ഇറാൻ്റെ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും, അവിടെ അടുത്ത ഭരണാധികാരി ആരാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞത്. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചത്? ആ യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിൻ്റെ ഭീതി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ രാത്രിയിലും വലിയ ആക്രമണങ്ങൾ ഉണ്ടായതായി വിവരമുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ നാഥൻ ആരാണിപ്പോൾ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റ്, ആ ക്യാബിനറ്റിൻ്റെ എല്ലാ ദൃശ്യങ്ങളിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിൽ വന്ന് പങ്കെടുക്കുകയും ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും നിർദ്ദേശം കൊടുക്കുകയും അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നിരന്തരമായി വരുമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആ യോഗങ്ങളുടെ ദൃശ്യങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇല്ല. നെതന്യാഹു ജീവഭയം കൊണ്ട് ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറിയോ, അതോ നെതന്യാഹു വധിക്കപ്പെട്ടോ? ഈ ചോദ്യങ്ങൾ ശക്തമായി നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ നടക്കുമ്പോഴാണ് ഇറാൻ്റെ വാർത്താ ഏജൻസികൾ നെതന്യാഹുവിന് ഗുരുതരമായ എന്തോ അപകടം സംഭവിച്ചു എന്ന മട്ടിൽ വാർത്തകൾ നൽകുമ്പോഴാണ്
പൊടുന്നനെ ഇറാൻ്റെ പുതിയ പ്രഖ്യാപനം വരുന്നത് എവിടെയാണെങ്കിലും ഞങ്ങൾ നെതന്യാഹുവിനെ കൊലപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് തങ്ങളുടെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയിയെ വധിച്ച ഇസ്രായേലിനും അമേരിക്കയ്ക്കും അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ യുദ്ധം തുടങ്ങി വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ. നെതന്യാഹു ആണ് അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തി ആയത്തുള്ള അലി ഖാംനെയിയെ കൊലപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിൻ്റെ ജീവൻ അതാണ് തങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഇറാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നെതന്യാഹു വധിക്കപ്പെട്ടാലുള്ള സാഹചര്യം എന്തായിരിക്കും? ഇസ്രായേലിന് നാഥനില്ലാത്ത അവസ്ഥയായിരിക്കും. ഈ യുദ്ധത്തിൻ്റെ മുഴുവൻ ചരടുവലികളും നടത്തുന്നത് നെതന്യാഹു ആണ്. ആ നെതന്യാഹു എന്ന ഭരണാധികാരി അവസാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാൻ വധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അത് ട്രംപിന് വലിയ പ്രഹരമായിരിക്കും. അതായത് ഞങ്ങൾ ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചു, അടുത്ത ഭരണാധികാരിയെയും ഇറാനിൽ കൊല്ലും, ഹോർമുസ് കടലെടുക്ക് ഞങ്ങൾ പിടിച്ചെടുക്കും, അതിനുവേണ്ടി ഞങ്ങളുടെ 3 കപ്പലുകൾ പോവുകയാണ്, അതിനുശേഷം ഞങ്ങൾ ഇറാനിലേക്ക് കരയുദ്ധം ആരംഭിക്കും, ഇറാനെ പൂർണ്ണമായും ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന നിലയിലാണ് ട്രംപ് ഒരു വശത്ത് സംസാരിക്കുന്നത്. മറുവശത്ത് ഇറാനെ നേരിടാനുള്ള കരുത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ സൈന്യത്തെയും മറ്റ് ലോകരാജ്യങ്ങളിലെ സൈനികരെയും നാറ്റോ സഖ്യത്തിൽപ്പെട്ട മറ്റ് രാജ്യങ്ങളെയും ഒക്കെ യുദ്ധത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ട്രംപ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഇറാനെ തീർക്കും, അത് ചെയ്യും, ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ മറുവശത്ത് ഞങ്ങളെ സഹായിക്കൂ, പ്ലീസ് ഞങ്ങളുടെ കൂടെ വരൂ എന്ന നിലയിലേക്ക് മറ്റൊരു വാദവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിന് തന്നെ അറിയാം ഇറാൻ അതിശക്തമായ ഒരു കേന്ദ്രമാണ്. ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ട്രംപ് ആദ്യം പറഞ്ഞ കാലപരിധി കഴിയാറായിട്ടുണ്ട്. അതായത് 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച എന്നൊക്കെ പറയുന്ന സമയം കൊണ്ട് യുദ്ധം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇറാനെ കൂടുതൽ ഭയപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും ചെയ്താൽ തിരിച്ചടി ശക്തമാകുമെന്ന് ട്രംപിനറിയാം. പക്ഷെ അത് ചെയ്യാതെ നിർവാഹമില്ല. അല്ലെങ്കിൽ പിന്നെ ട്രംപ് തോറ്റുപോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ തോറ്റു എന്ന് ലോകം മനസ്സിലാക്കും. അതായത് യുദ്ധം തുടങ്ങി പക്ഷെ കുടുങ്ങി, പിന്നെ ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അവസാനിപ്പിക്കാതെ പെട്ടെന്ന് പിന്മാറാനും കഴിയില്ല. പിന്മാറിയാലും ഇറാൻ ആക്രമിക്കും. ഇനി അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ഇറാൻ കൂടുതൽ ശക്തമായി ആക്രമിക്കും. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എന്തോ സംഭവിച്ചു എന്ന വാർത്തകൾ, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നോ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ചർച്ചകൾ. തീർച്ചയായിട്ടും അത് ട്രംപിനുള്ള വലിയ പ്രഹരമാണ്. ഈ യുദ്ധത്തിൻ്റെ പകുതിക്ക് വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതേ മൂർച്ചയിൽ ഈ യുദ്ധം കൊണ്ടുപോകാൻ, ട്രംപിന് ആവേശം പകരാൻ, ഇത്രയും കാലം ഉണ്ടാക്കിയ ആ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ, പുതിയ പദ്ധതികൾ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല മറ്റുള്ളവർക്ക്. ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റുകളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു യുദ്ധം നടത്തുന്ന ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നതിലൊക്കെ നമുക്കറിയാം ഇസ്രായേലിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലൂടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കപ്പലുകൾ മാത്രമേ കടത്തിവിടാത്തതുള്ളൂ. അവരുമായി ബന്ധമുള്ള കപ്പലുകൾ, അവരുടെ സഖ്യരാജ്യങ്ങളുടെ കപ്പലുകൾ, അത് മാത്രമേ കടത്തിവിടാത്തതുള്ളൂ. ബാക്കി ലോകത്തിൻ്റെ മുഴുവൻ കപ്പലുകളും അതിലെ വിടുമെന്ന് ഇറാൻ പറയുന്ന സാഹചര്യത്തിൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് പ്രാഥമികമായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമാണ് എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. നോക്കുക എങ്ങോട്ടാണ് ഇത് പോകുന്നത്. ഇത് ലോകത്തിൻ്റെ ഒരു പ്രശ്നം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുകയാണ്. അതായത് ഹോർമുസ് കടലിൽ കടച്ചു, ഇനി ലോകത്തിന് രക്ഷയില്ല, ഇറാൻ ലോകത്തെ മുടിക്കാൻ പോവുകയാണ്, നമ്മൾ തിരിച്ചടി കൊടുക്കണമെന്ന് അമേരിക്ക പറഞ്ഞ് ലോകത്തെ കൊണ്ട് ഇറാന് നേരെ തിരിക്കുന്ന അതേ സമയത്ത് ഇറാൻ വളരെ കൃത്യമായി തന്ത്രപരമായി തിരിച്ചടിച്ചിരിക്കുന്നു. ഇനി അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തോട് സഹായം അഭ്യർത്ഥിക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്ന്. പക്ഷേ ലോകം ആ സത്യം മനസ്സിലാക്കുന്നു. ഇറാന് മറ്റ് രാജ്യങ്ങളോട് പകയില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളോടും മാത്രമേ പകയുള്ളൂ. അതിന് കാരണമുണ്ട്. കാരണം അവരുടെ ഭരണാധികാരിയെ, പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി. അതുപോലെ തന്നെ അവിടെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി. നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ ഇല്ലാതാക്കി. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനുള്ള അവകാശം റദ്ദ് ചെയ്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ റിയാക്ട് ചെയ്യും. ആ റിയാക്ഷനാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിൻ്റെ മരണം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതായത് യുദ്ധം അവസാനിക്കണമെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധത്തിൽ തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ഇറാന് നെതന്യാഹുവിനെ വധിക്കുക തന്നെ വേണമെന്നാണ് IRGC ഇപ്പോൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ആ പറയുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. അതായത് യുദ്ധത്തിൽ ഇറാൻ്റെ ലക്ഷ്യം, ഇറാൻ ഇപ്പോൾ 6 മാസം യുദ്ധം ചെയ്യുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല, നിങ്ങൾ ശിക്ഷ അനുഭവിക്കുകയോ നിങ്ങൾ മുട്ടുകുത്തുകയോ ചെയ്യാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവരുടെ പ്രാഥമിക ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ഇസ്രായേലിനെ പരമാവധി ആക്രമിക്കുക, നെതന്യാഹുവിനെ വധിക്കുക എന്നത് തന്നെയാണ്.